പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ ഹോംവർക്കുകൾ കൃത്യമായി അയച്ചു തരികയും ചെയ്തതിൽ നന്ദി അറിയിക്കുന്നു. അയച്ചു തരുവാനായിട്ട് ഉള്ള ആളുകൾ പരമാവധി വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു. കാരണം പലരുടേത് ഒത്തിരി കൂടി വരുമ്പം കൂടിക്കൂടി വന്നാൽ നിങ്ങൾക്ക് തന്നെ പിന്നീട് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഓർപ്പിച്ചത്. ദൈവം കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളെ ക്ഷേമമായി പരിപാലിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ദൈവ സാന്നിധ്യം പിന്നെയും നമ്മുടെ മേൽ പകർന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ പ്രധാനമായും നാം ചിന്തിച്ച പ്രധാനപ്പെട്ടതായ വിഷയമെന്ന് പറയുന്നത് മിഷൻസ് ആൻഡ് ചർച്ച് പ്ലാന്റിംഗ് എന്ന ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തിലെ മിഷൻ കൺസെപ്റ്റ് എന്താണെന്നും ആ മിഷൻ കൺസെപ്റ്റ് ദൈവത്തിൻ്റെ മിഷൻ കൺസെപ്റ്റിന് വ്യത്യാസം വരുത്താതെ ദൈവം അതിനെ തുടർന്ന് നിത്യത വരെ ദൈവത്തിൻ്റെ ദൗത്യ ചിന്തകൾ ഒന്നാണെന്നും നാം പഠിച്ചു. അതിനുശേഷം വേദപുസ്തകത്തിൻ്റെ അതിനുള്ള ബേസ് എന്താണ്, മിഷൻസിനെ കുറിച്ച് വേദപുസ്തകം ബേസിക്കലി പറയുന്നത് എന്താണെന്ന് പഴയ നിയമം പുതിയ നിയമം എന്നതിൽ നിന്ന് പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രം നാം ചിന്തിച്ചു. നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടിൽ വേദപുസ്തകത്തിലുടനീളം ദൗത്യശാസ്ത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്യങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ റെഫർ ചെയ്യുകയും വായിക്കുകയും ചെയ്യുവാനായിട്ട് ഓർമ്മിക്കുന്നു. അതെല്ലാ കാര്യങ്ങളും ഓരോ വാക്യങ്ങളും വിശദീകരിച്ച് പോകുവാൻ നമ്മൾ ഈ ക്ലാസ്സിൽ സമയമെടുക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ടതായ കാരണം എന്ന് പറയുന്നത് നമുക്ക് പുതിയ നിയമത്തിൻ്റെ ഭാഗമാണ്. പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും പുതിയ നിയമസഭ പ്രായോഗികമായി ചെയ്യേണ്ടതുമായ ദൗത്യശാസ്ത്രത്തിൻ്റെ പഠിപ്പിക്കലുകളിലേക്കാണ് നമുക്ക് കൂടുതൽ ആഴത്തിൽ വ്യക്തമായും കൂടുതൽ ക്ലാസ്സുകളിലും നമുക്ക് ഇറങ്ങിപ്പോകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത് നാം ചിന്തിച്ചത് ത്രിയേക ദൈവത്തിൻ്റെ ദൗത്യശാസ്ത്ര കൺസെപ്റ്റ് ചിന്തകൾ എന്നാണ് നമ്മൾ പഠിച്ചത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ദൗത്യശാസ്ത്രം സംബന്ധിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് പഠിച്ചു. മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞത് ദൗത്യം എന്ന് പറയുന്നത് പ്രവൃത്തിയാണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരും ആ ശിഷ്യന്മാരെ തുടർന്നുണ്ടായ സഭകളും 1-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്തീയ സഭകളും പുലർത്തി വന്ന ദൗത്യശാസ്ത്രത്തിൻ്റെ പ്രവർത്തന രീതികൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അതായത് പ്രവൃത്തികളുടെ പുസ്തകമാണത്. അപ്പം ദൗത്യം എന്ന് പറയുന്നത് പ്രവൃത്തിയെ, ജോലിയെ, വർക്കിനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പ്രധാനമായി ചിന്തിച്ച് പുതിയ നിയമത്തിൻ്റെ മൂല ദൗത്യശാസ്ത്രത്തിന് ആധികാരികമായി പറയാവുന്ന കീവേഡ്സ്, പുതിയ നിയമത്തിലെ കീവേഡ്സ് നമ്മൾ ചിന്തിച്ചു. മഹാനിയോഗം വാക്കുകളാണത്. മഹാനിയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട 4 സുവിശേഷങ്ങളും മഹാനിയോഗത്തെ അവരുടേതായ ഭാഷയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും മത്തായി സുവിശേഷത്തിലാണ് മഹാനിയോഗത്തെ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുഴുവനായ ഒരു വിശദീകരണം മഹാനിയോഗത്തിന് നൽകിയിരിക്കുന്നതായി കൂടുതൽ വിശദീകരണം നൽകിയിരിക്കുന്നതായി നാം സുവിശേഷങ്ങളിൽ കാണുന്ന വേദഭാഗം എന്ന് പറയുന്നത് മത്തായി സുവിശേഷത്തിലുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള വാക്യവും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങളിലെല്ലാം ദൗത്യശാസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിൽ ലഭിക്കുന്നതാണ്. ഞാനതിനെക്കുറിച്ചും വിശദീകരിക്കാൻ വേണ്ടി സമയമെടുക്കുന്നില്ല. പക്ഷേ ദൗത്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ടതായ 4 പ്രവൃത്തികൾ എന്താണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇനിയും
ഇന്ന് ഈ നാലാമത്തെ പാർട്ട് 4-ൽ നമ്മൾ നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ടതായ വിഷയം മഹാനിയോഗത്തിൻ്റെ പ്രവർത്തന മേഖലകൾ എന്നുള്ള വിഷയമാണ്. പ്രവർത്തന മേഖല. മഹാനിയോഗത്തിന് 4 പ്രവർത്തന പദ്ധതികൾ, രീതികൾ ഉണ്ട്. 4 പ്രവർത്തിക്കേണ്ട 4 രീതികളുണ്ട് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് എവിടാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രവർത്തന മേഖലകൾ മഹാനിയോഗത്തിൻ്റെയാണ്. മഹാനിയോഗം എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ദൗത്യശാസ്ത്രത്തിൻ്റെ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. കാരണം മഹാനിയോഗം ദൗത്യശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് 1 പോകുക, 2 സുവിശേഷം പ്രസംഗിക്കുക, 3 സ്നാനപ്പെടുത്തുക. നമ്മളിത് പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായ കാര്യമാണ്. 4 പ്രമാണിക്കത്തക്കവണ്ണം പഠിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ പ്രവർത്തന മേഖലകൾ എങ്ങനെയാണ്, എവിടാണ് എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഓരോന്നും എവിടെ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് ഓരോന്നും എവിടെ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് 2 പ്രവർത്തന മേഖലകൾ കിട്ടും. ഒന്ന് പോകുക, എവിടേക്കാണ് പോകേണ്ടത്, എന്തിനു വേണ്ടിയാണ് പോകേണ്ടത് എന്ന ചോദ്യവുമായി കണക്ട് ചെയ്യുമ്പം എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടും. പോയി സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ആണ് ആദ്യത്തെ സ്റ്റെപ്പാണത്. ദൗത്യശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞത് പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ വേറെ സ്റ്റെപ്പുകളുണ്ട്. അത് നമ്മൾ ഒരു പക്ഷേങ്കിൽ വരുന്ന അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആ സന്ദർഭത്തിൽ വിശദീകരിച്ച് പറയാം. പക്ഷെ പ്രവൃത്തിപരമായിട്ടുള്ള ദൗത്യശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. സാധാരണഗതിയിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും രക്ഷയെയും സ്വീകരിച്ചിട്ടില്ലാത്ത, വിശ്വസിക്കാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒക്കെ ആളുകളുടെ ഇടയിലേക്കാണ് സുവിശേഷം പ്രസംഗിക്കാൻ പോകേണ്ടത്. അപ്പം ഈ പ്രവൃത്തി ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ സമൂഹം, മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ ഇടയിലാണ്. അതെവിടാണ് രക്ഷിക്കപ്പെടാത്ത ആളുകൾ? രക്ഷിക്കപ്പെടാത്ത ആളുകൾ നാം നിൽക്കുന്ന സമൂഹത്തിൽ, നാം താമസിക്കുന്ന, ജോലി ചെയ്യുന്ന, നമ്മൾക്ക് സ്വാധീനമുള്ള മേഖലകൾ ഒരു പക്ഷേ ഉണ്ടാവും. ഒരു പാസ്റ്റർ ആണെങ്കിൽ ആ പാസ്റ്റർ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ പൊതുസമൂഹമാണ്. രക്ഷിക്കപ്പെടാത്ത ജനങ്ങളാണ് ആ സ്ഥലത്തെ പൊതുസമൂഹമാണ്. രക്ഷിക്കപ്പെടാത്ത ജനങ്ങളാണ് ഈ ആദ്യത്തെ 2 പ്രവർത്തന മേഖലയ്ക്ക് കീഴിലുള്ള ആളുകൾ. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തെ പൊതുസമൂഹം എന്ന് പറയാം. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന ഒക്കെ സ്ഥലത്തെ പൊതുസമൂഹം, രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ കൂട്ടം, അതാണ്. അവരുടെ ഇടയിലേക്കാണ് പോകേണ്ടത്. അവരോടാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. രണ്ടാമത് സ്നാനപ്പെടുത്തുക എന്നുള്ളത് സുവിശേഷം സ്വീകരിച്ച ആളുകളെ ചെയ്യുന്നതാണ്. സുവിശേഷം സ്വീകരിച്ച് സ്നാനപ്പെട്ട ആളുകളെയാണ് പ്രമാണിക്കത്തക്കവണ്ണം പഠിപ്പിക്കുക എന്ന് എഴുതിയിരിക്കുന്നത്. അത് സഭയിൽ ചെയ്യേണ്ട സഭയിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ 2 മേഖലകൾ, പ്രവർത്തനത്തിൻ്റെ 2 മേഖലകൾ, ദൗത്യശാസ്ത്രപരമായി പ്രവർത്തനത്തിന് 2 മേഖലകൾ. ഏതൊരാൾക്കും ദൗത്യശാസ്ത്രത്തിൽ ഏർപ്പെടുന്ന, ദൗത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കും 2 പ്രധാനപ്പെട്ടതായ പ്രവർത്തന മേഖലകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി എന്നാണ്
എന്നാണ് മഹാനിയോഗത്തിൻ്റെ കൽപ്പനകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ അടുക്കൽ പോയി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, അവരുടെ അരികിൽ പോയി സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ 4 കാര്യങ്ങൾ എന്താണെന്നും അതിന് ഇന്ന് പൊതുസമൂഹം പൊതുവായ ക്രിസ്തീയ സഭകളിൽ അവലംബിക്കുന്ന മാർഗങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇന്ന് ഫോളോ ചെയ്യുന്നു കൂടുതൽ സഭകളും. ആ പരാജയപ്പെട്ട ഡ്യൂപ്ലിക്കേറ്റ് സ്ട്രാറ്റജീസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് വിശദീകരിക്കാൻ വേണ്ടി ഇപ്പോൾ സമയമെടുക്കുന്നില്ല. ഇനി പ്രധാനമായി നമുക്ക് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം, ഇവിടെ ഈ പൊതുസമൂഹത്തിൽ ഞാൻ ഇനി അതിനെ തിരിച്ച് എഴുതി ഞാൻ ആ 2 സമൂഹത്തെ മാത്രം, കാരണം നമ്മളുടെ മേഖലയാണ്. ഒന്ന് പൊതുസമൂഹത്തിലും 2 സഭാജനവുമാണ്. ഈ 2 മേഖലകളിലാണ് നാം പ്രവർത്തിക്കേണ്ടതായിട്ട്, മഹാനിയോഗത്തിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതായിട്ട് ഏതൊരു ക്രിസ്തു ഭക്തനും, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ട പ്രവൃത്തികളാണിത്. പക്ഷേ ഈ പ്രവൃത്തികൾ വിശാലമായി നാം ചിന്തിക്കുമ്പോൾ സെപ്പറേഷൻ, ആ പ്രവൃത്തികളിൽ വ്യത്യസ്തതകൾ, ആളുകൾ പ്രവർത്തിക്കുന്ന രീതികളിലല്ല, പ്രവർത്തിക്കുന്ന വിശാലമായ അർത്ഥത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ അതിന് വ്യത്യസ്തതകളുണ്ട്. സ്പെഷ്യലായി ചില കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടേണ്ട ദൈവിക നിയോഗം ഉണ്ടാവേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവായി യേശു കർത്താവ് വിളിച്ച് ഏതൊരാളും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. അവരുടെ ഇടയിലേക്ക് പോകേണ്ടതാണ്. അവരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടതാണ്. പ്രസംഗിക്കുക എന്ന പദം, പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ നമ്മളെ ആരെങ്കിലും വിളിച്ച് മൈക്കൊക്കെ തന്ന് പറയേണ്ട ഒരു ശുശ്രൂഷ എന്ന അർത്ഥത്തിലല്ല, സുവിശേഷം പങ്കുവയ്ക്കുക എന്ന അർത്ഥത്തിലാണ് പ്രസംഗിക്കുക. പക്ഷേ ഒരു പ്രസംഗിക്കപ്പെടേണ്ട ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഒരു വിഷയമാണല്ലോ പ്രസംഗിക്കപ്പെടേണ്ടത്. ആ വിഷയം സുവിശേഷമായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ സഭാജനവുമായി ബന്ധപ്പെട്ട് വരുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്നുകിൽ സമർപ്പിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായി ദൈവികമായ നിയോഗമുള്ള ആളുകളോ മാത്രം ചെയ്യേണ്ട ഒരു കാര്യവുമല്ല സഭാജനത്തിനോട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. നിങ്ങൾ പോയി ഒരാളോട് സുവിശേഷം പറഞ്ഞ് അയാൾ രക്ഷയിലേക്ക് നയിക്കപ്പെടുകയാണെങ്കിൽ അയാളെ സ്നാനത്തിലേക്ക് നയിക്കാനും സ്നാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതുപോലെ പഠിപ്പിക്കാനും, നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ അവരോട് സ്നാനത്തെക്കുറിച്ച് മുൻപോട്ട് പോകേണ്ട കൽപ്പനകളെക്കുറിച്ച് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സുവിശേഷീകരണത്തിൽ പങ്കാളികളാകുന്ന ആളുകൾക്കുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് സ്നാനപ്പെടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് പ്രമാണിക്കത്തക്കവണ്ണം കർത്താവ് കൽപ്പിച്ച കൽപ്പനകൾ പ്രമാണിക്കത്തക്കവണ്ണം പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ. പഠിപ്പിക്കാൻ ആർക്കും പറ്റും. ഇത് ശിഷ്യത്വത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശിഷ്യത്വത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാളെ ദൈവവചനം അഭ്യസിപ്പിക്കുന്നതിൽ, തൻ്റെ പിന്നാലെ ദൈവവചനം അനുസരിക്കുവാൻ അവരെ കൂട്ടിവരുത്തുന്നതിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ പ്രധാനമായിട്ടും സുവിശേഷം പ്രസംഗിക്കുകയാണ് ചെയ്യേണ്ടത്, ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ടതായ 2 വ്യത്യാസം ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. സുവിശേഷം പ്രസംഗിക്കപ്പെടണം. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആളുകളെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മഹാനിയോഗ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം വിശദീകരിക്കുന്നത്. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യണം. തന്നെത്താനെ ബോധ്യപ്പെടുകയും ചെയ്യണം.
സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാവുന്ന പൗലോസിൻ്റെ നിർവചനമാണ്. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തിയാണ്. സുവിശേഷം എന്താണെന്ന് വിശദീകരിച്ച്, സുവിശേഷം എങ്ങനെയാണ് പറയേണ്ടതെന്ന് വിശദീകരിച്ചും ഒക്കെ നാം വരുന്ന പുറകാലെ പഠിക്കുന്നതായിരിക്കും. സുവിശേഷത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ടതായ 4 കാര്യങ്ങൾ, 4 പോയിന്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. 4 കാര്യങ്ങൾ. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ. അപ്പം ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ ജനനവും മുതൽ ജനനം, ജീവിതം, ശുശ്രൂഷകൾ, കഷ്ടാനുഭവങ്ങൾ, മരണമടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇത്രയും കാര്യങ്ങളെ വിശദീകരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുക, യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് 4 പ്രധാനപ്പെട്ട മേഖലകളെ ടച്ച് ചെയ്തുകൊണ്ട് പറയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ പ്രമാണിക്കത്തക്കവണ്ണമുള്ള കൽപ്പനകളാണ്. സുവിശേഷം സ്വീകരിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ച, യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർ പ്രമാണിക്കേണ്ട കൽപ്പനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത്. നോക്കൂ, മഹാനിയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട 4 കൽപ്പനകൾ എന്ന് പറയുന്നത് ഇത് ആണ് മഹാനിയോഗത്തിലെ പ്രധാനപ്പെട്ട 4 കൽപ്പനകൾ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സ്നാനം എന്ന് പറയുന്ന കൽപ്പനയ്ക്കാണ് അധിക പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന് അധിക പ്രാധാന്യം ഇല്ല. ഇതിൻ്റെ പ്രാധാന്യം തുല്യമാണ്. ഈ 4 കൽപ്പനകൾക്കും തുല്യമാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇത് മാത്രമല്ല ചെയ്യേണ്ടത്, ഇത് 4ഉം ചെയ്യേണ്ടതാണ് ഒരു ഭക്തൻ ഇത് 4ഉം ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്. 4ഉം ചെയ്യാനുള്ള ദൈവിക അഭിഷേകം അദ്ദേഹത്തിൻ്റെ മേലുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. ചിന്തിക്കൂ, അതിനുള്ള കൃപ എനിക്കുണ്ടോ, അതിനുള്ള കഴിവ് എനിക്കുണ്ടോ, അതിനുള്ള പ്രാപ്തി എനിക്കുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടായേക്കാം. ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിനൊരു ഉത്തരം തരാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കുട്ടിയെ, നമ്മൾ 5ഓ 6ഓ വയസ്സുള്ളൊരു കുട്ടിയെ നാം ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ സ്കൂളിലോ വിളിക്കുകയാണെന്നിരിക്കട്ടെ. അവന് സ്കൂളിലിരിക്കുകയാണ്, അല്ലെങ്കിൽ മീറ്റിങ്ങിലിരിക്കുകയാണ്, പ്രസംഗിക്കുന്നയാൾ മോനെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിച്ചാൽ ആ കുട്ടി സാധാരണഗതിയിൽ ഒരു നോർമൽ ഒരു നോർമൽ കുട്ടിയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആ കുട്ടി എഴുന്നേറ്റ് ഈ വിളിച്ച ആളുടെ അരികിലേക്ക് വരും. അരികിലേക്ക് വരുമ്പോൾ എന്തിനാ ആ കുട്ടി വന്നത് എന്ന് ആ കുട്ടിയോട് ഞാനാ വിളിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ എൻ്റെ സൈഡിൽ വന്ന് ആ കുട്ടി നിൽക്കും. കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേനും ഈ കൊച്ചിനോടൊന്നും ചെയ്യാൻ വിളിച്ചപ്പോൾ വന്നു. പക്ഷേ ചെയ്യേണ്ട കാര്യം എന്തിനാ വിളിച്ചതെന്ന് അവനോട് കൃത്യമായി പറയാത്തത് കൊണ്ട് ആ കുട്ടി കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേനും അവന് തിരിച്ചു പോയി ആ സ്ഥലത്ത് തന്നെ ഇരിക്കണം, തിരിച്ചു പോയി അവിടെ ഇരിക്കാൻ വേണ്ടി അവൻ്റെ മനസ്സിൽ പ്രേരണ ഉണ്ടാകും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സമൂഹം മുഴുവൻ അവനെ നോക്കുകയാണ്. സമൂഹം മുഴുവൻ ഇവൻ നിൽക്കുന്നത് നോക്കുകയാണ്. നോക്കുന്നതനുസരിച്ച് ഇവന് ഇവിടെ കയറി നിൽക്കുമ്പോഴത്തേനും, ഈ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴത്തേനും ഈ കുട്ടിക്ക് അതിനനുസരിച്ച് സമൂഹം മുഴുവൻ അവൻ നോക്കുന്നു പറഞ്ഞാൽ എല്ലാവരും തന്നെ നോക്കുന്നു. അപ്പം അന്നേരത്തേനും ഇദ്ദേഹത്തിന് ഒരു ചെറിയ വിഷമമോ വെപ്രാളമോ വേവലാതിയോ ഭയമോ ഒക്കെ ഉണ്ടാകും. ഭയമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇവൻ്റെ മനസ്സിൽ തോന്നും തിരിച്ചു പോയി അവൻ വന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയി ഇരിക്കണം എന്നൊരാഗ്രഹം തോന്നും. പക്ഷേ ആ കുട്ടി വന്നുടനെ തന്നെ തിരിച്ച്, അപ്പം ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടി അവിടെ ഒന്നുകൊണ്ട് ഒന്നുകിൽ അവൻ കൈപിരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഗോഷ്ഠികൾ കാണിക്കാൻ തുടങ്ങും, ആംഗ്യങ്ങൾ കാണിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒത്തിരി പേടിയുള്ള കൊച്ചാണെന്നുണ്ടെങ്കിൽ അവൻ നിന്ന് കരയാൻ തുടങ്ങും. കാരണം എന്തിനാ വിളിച്ചതെന്ന് അറിയത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. വിളിച്ചപ്പോൾ വന്നു, വിളി കേട്ടു, പക്ഷെ വിളി അനുസരിച്ചു വന്നു, പക്ഷെ എന്തിനാ വിളിച്ചതെന്ന് അറിയത്തില്ലാത്ത കാരണം അവന് വിഷമമായി, അവൻ നിന്ന് വിഷമിക്കുകയാണ്. പക്ഷെ വന്ന ഉടനെ തന്നെ ഞാൻ ആ കുട്ടിയോട് പറയുകയാണെന്നിരിക്കട്ടെ, സാധാരണ
ഗതിയിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ പറയുകയാണെന്നിരിക്കട്ടെ, ആ ചോക്കിങ് എടുക്കാവോ, അല്ലെങ്കിൽ ബോർഡൊന്ന് മായ്ച്ചേ. ഈ ബോർഡ് മായ്ക്കാൻ പറഞ്ഞാൽ ആ കുട്ടി ഡസ്റ്റർ എടുത്ത് അവൻ ഡസ്റ്റർ തപ്പിയെടുത്ത് ഡസ്റ്റർ കൈ കൊടുക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ല. കണ്ടില്ലെങ്കിൽ മാത്രം നമ്മൾ കൈകൾ ആണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ അപ്പോൾ അവൻ വന്ന് ബോർഡ് മായ്ച്ച് വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ പേന എടുത്ത് തന്നിട്ട് പോകും. നമ്മൾ പറഞ്ഞത് എന്താണോ അതവൻ ചെയ്യും. കാര്യം എന്നാണെന്നറിയാമോ? പറഞ്ഞത് എന്താണോ അതവൻ ചെയ്യും എന്നതിൻ്റെ പ്രധാനപ്പെട്ടതായ കാര്യം എന്നാണെന്നറിയാമോ? വിളിച്ചപ്പോൾ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ കാര്യം. വിളി കേട്ടു, വിളിച്ചപ്പോൾ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ കാര്യം. വിളിച്ചപ്പോൾ ആ കുട്ടി വരാതിരിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞ് വരാതിരിക്കുകയാണെങ്കിൽ, ഞാൻ വിളിച്ചപ്പോൾ ആ കുട്ടി മുമ്പോട്ട് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഏൽപ്പിക്കുന്നത് ചെയ്യാൻ അവന് മനസ്സില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്തിനാണോ വിളിച്ചത്, ഞാനൊരു കാര്യം ഏൽപ്പിക്കുന്നത് ചെയ്യാൻ തൻ്റെ ടീച്ചർ പറയുന്നത് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെ ഭയമാണ്, അതുകൊണ്ടാണ് അവൻ മുമ്പോട്ട് വരാതിരുന്നത്. മുമ്പോട്ട് വന്നയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ, ഒരു പ്രവർത്തനം പറഞ്ഞാൽ, ഒരു ദൗത്യം പറഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ചപ്പം, കർത്താവാണല്ലോ നമ്മളെ വിളിച്ചത്. പാസ്റ്റർ വിളിച്ച് വന്ന ആളുകൾ ചിലരൊക്കെ കാണുമായിരിക്കും. പക്ഷേ പാസ്റ്റർ വിളിച്ച് വന്ന ആളുകൾ ഒത്തിരി നാൾ ദൈവ വചനപ്രകാരം നിൽക്കാൻ സാധ്യത കുറവായിരിക്കും. ദൈവം വിളിച്ചിട്ട് വരുന്ന ആളുകൾ വരുന്നതാണ് നാമെങ്കിൽ, ദൈവം വിളിച്ചിട്ട് വന്നതാണ് നാമെങ്കിൽ, ദൈവം വിളിയോടുകൂടെ തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കർത്താവ് വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, വന്ന് എന്നെ അനുഗമിക്കുവീൻ എന്ന് പറഞ്ഞ് വിളിച്ചു. വന്നെന്നെ അനുഗമിക്കുവീൻ എന്ന് പറഞ്ഞ് വിളിച്ച ഉടനെ തന്നെ അവർക്കൊരു കൺഫ്യൂഷനും ഉണ്ടാകാതെ കർത്താവ് പറഞ്ഞു, വന്നെന്നെ അനുഗമിക്കുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോൾ കർത്താവ് എന്തിനാ വിളിച്ചതെന്ന് കൃത്യമായി അവർ മുമ്പോട്ട് വന്ന ഉടനെ തന്നെ കർത്താവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി ഉള്ള ദൗത്യത്തിന് വേണ്ടി അവരെ തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് പിന്നീട് കർത്താവ് ചെയ്തത്. നമ്മെ ദൈവം വിളിച്ചു എന്ന ബോധ്യം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിളി കേട്ട് നാം ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങിയ ആളുകളാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. വന്നെന്നെ അനുഗമിക്കുവാൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മറ്റൊരു വാഗ്ദാനവും ദൈവത്തിൻ്റെ പിന്നാലെ വരുന്നവരോട് പറഞ്ഞിട്ടില്ല. ആളുകൾ പറയുമായിരിക്കും, സംഘടനകൾ പറയുമായിരിക്കും, ഉപദേശിമാർ പറയുമായിരിക്കും, പ്രസംഗകർ പറയുമായിരിക്കും, വന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടും അത് കിട്ടും, ഒത്തിരി കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ അവർ പറയുമായിരിക്കും. പക്ഷെ യേശു കർത്താവ് വിളിച്ചപ്പോൾ മറ്റൊരു കാര്യവും, ഭൗതികമായ ഒരു കാര്യത്തെക്കുറിച്ചേ അല്ലായിരുന്നു കർത്താവിൻ്റെ പ്രധാനപ്പെട്ടതായ ഫോക്കസ്. കർത്താവ് പ്രധാനപ്പെട്ടതായി പറഞ്ഞത്, വന്നെന്നെ അനുഗമിക്കുവിൻ, ഞാൻ ഈ 4 കാര്യങ്ങളിൽ കൂടെ മനുഷ്യരെ പിടിക്കുന്ന, സ്വർഗരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കാം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യം ചെയ്യാൻ വിളിക്കപ്പെട്ട, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ഏതൊരാൾക്കും സാധ്യമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ അത് സാധിപ്പിക്കണമെങ്കിൽ നമ്മൾ അത് പ്രവർത്തിച്ചു തുടങ്ങണം. ബോർഡ് മായ്ക്കാൻ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടി ബോർഡ് മായ്ക്കുന്നില്ലെങ്കിൽ ബോർഡ് മായ്ക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് ആ കുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നോ, ഐ വിൽ നോട്ട് ഡു ഇറ്റ് എന്നാണ് ആ കുട്ടി പറയുന്നതെന്നുണ്ടെങ്കിൽ, അവൻ ചെയ്യത്തില്ല, അവൻ പോകത്തില്ല, അവൻ വരത്തില്ല. ആദ്യം തന്നെ അവൻ വരത്തില്ല. ഒരു കാര്യം ഇപ്പം എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത് എന്നാണ്, വിളിച്ചാൽ ഉടനെ എന്തോ പറയാനാണല്ലോ, എന്തോ ചെയ്യാനാണ് എന്ന് തന്നെയാണല്ലോ ആളുകൾ സാമാന്യഗതിയിൽ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പം പറയുന്നത് കേൾക്കാൻ, ചെയ്യാൻ മനസ്സുണ്ട ആളുകൾ മാത്രമേ വരികയുള്ളൂ. ഇവിടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് അടിയുറപ്പിച്ച് അടിവരയിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. വിളിക്കപ്പെട്ട ഏതൊരാളും ഈ 4 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നീടുള്ള ആത്മീക ശുശ്രൂഷകളും സഭയുടെ അഡ്മിനിസ്ട്രേഷൻ വർക്കുകളുമൊക്കെ, വിളിക്കപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് വർക്കുകളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ആളുകൾക്കായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും, സുവിശേഷത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ആളുകളെ വിളിക്കുന്നത് സംബന്ധമായും
അവരെ പരിശീലിപ്പിക്കുന്ന സംബന്ധമായും എല്ലാ ക്രിസ്തു ഭക്തർക്കും, ക്രിസ്തു വിശ്വാസിക്കും, ക്രിസ്തു ഫോളോവർക്കും, യേശുവിനെ പിൻഗമിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം മറക്കരുത്. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ പ്രസംഗിക്കപ്പെടേണ്ടത് സുവിശേഷമാണ്, പഠിപ്പിക്കപ്പെടേണ്ട കൽപ്പനകളാണ്. ഒരു അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നുകൊണ്ട്. കാരണം ഇത് ഈ സുവിശേഷത്തെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും, എന്താണ് പ്രമാണിക്കേണ്ട കൽപ്പനകൾ, എന്താണ് സുവിശേഷം എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ്സിൽ പറയുക എന്നും പറയാൻ വേണ്ടി നമുക്ക് സമയമില്ല. പറയുക അസാധ്യമാണ്. സാധിക്കും, പക്ഷേങ്കിൽ അതിന് സമയക്കുറവാണ് നമുക്ക്. നമ്മുടെ ഈ ക്ലാസ്സുകൾക്കുള്ളിൽ നാം ഉദ്ദേശിക്കുന്ന അത്രയും ഭാഗങ്ങൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അസൈൻമെൻ്റായിട്ട് ഞാൻ തരികയാണ്. ഈ അസൈൻമെൻറ്റ് 4 സുവിശേഷങ്ങളിൽ നിന്നും ഉള്ള അസൈൻമെൻറ്റാണ്. പക്ഷേ രണ്ടായിട്ട് ഈ ക്ലാസ്സിലുള്ള ആളുകളെ 2 വിഭാഗത്തിൽ ഞാൻ പെടുത്തിക്കൊണ്ട് രണ്ടായിട്ട് വിഭാഗിക്കുകയാണ്. ഒരു കൂട്ടർ മത്തായി, മർക്കോസ് സുവിശേഷങ്ങളിൽ നിന്നുകൊണ്ട് ആ സുവിശേഷങ്ങളിലെ എല്ലാ അധ്യായങ്ങളും വായിക്കണം. വായിച്ചതിന് ശേഷം നിങ്ങൾ ആ മത്തായി, മർക്കോസ് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇത് 4 കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് സുവിശേഷം എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെറുതായി സൂചിപ്പിച്ചു വിട്ടായിരുന്നു. ഈ 4 ഭാഗങ്ങൾ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ 4 കാര്യങ്ങൾ മത്തായി, മർക്കോസ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ എഴുതണം. അത് മനസ്സിലായല്ലോ? മത്തായി, മർക്കോസ് ഈ സുവിശേഷങ്ങൾ വായിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, വാചകങ്ങൾ എന്താണെന്ന് കൃത്യമായി എഴുതണം. അതിനുശേഷം മറ്റൊരു അസൈൻമെൻറ്റ്, മത്തായി, മർക്കോസ് തന്നെ നിങ്ങൾ വായിച്ചതിന് ശേഷം ഈ ആദ്യത്തെ ഗ്രൂപ്പിനോട് തന്നെയാണ് പറയുന്നത്. മത്തായി, മർക്കോസ് ഈ സുവിശേഷങ്ങളിൽ കർത്താവ് പ്രമാണിക്കാൻ കൽപ്പിച്ച കൽപ്പനകൾ, കർത്താവ് പഠിപ്പിച്ച കൽപ്പനകൾ, ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവീൻ എന്ന് പറഞ്ഞ് കർത്താവ് പഠിപ്പിച്ച പഠിപ്പിക്കലുകളുണ്ടല്ലോ, കൽപ്പനകൾ. അതാണ് കർത്താവ് പഠിപ്പിച്ച പഠിപ്പിക്കലുകളാണ് കൽപ്പനകൾ. കർത്താവ് പ്രമാണിക്കത്തക്കൊണ്ട് അവരെ പഠിപ്പിക്കുകയായിരുന്നു, ഉപദേശിക്കുകയായിരുന്നു. ആ പഠിപ്പിക്കലുകൾ എന്തൊക്കെയാണെന്ന് കർത്താവ് പഠിപ്പിച്ച പ്രമാണിക്കത്തക്കവണ്ണം കർത്താവ് പഠിപ്പിച്ച കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് മത്തായി, മർക്കോസ് ഈ സുവിശേഷങ്ങൾ വായിച്ച് ആദ്യത്തെ ഗ്രൂപ്പ് എഴുതണം. അതാരാണെന്ന് ഞാൻ ആദ്യത്തെ ഗ്രൂപ്പ് ആരാണ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായി മെസ്സേജ് അയക്കുന്നതായിരിക്കും. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങൾ വായിച്ചിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ലൂക്കോസും യോഹന്നാനും രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, പ്രധാനപ്പെട്ട വാക്യങ്ങൾ എഴുതണം. ആ രണ്ടാമത്തെ ഗ്രൂപ്പ് തന്നെ ലൂക്കോസും യോഹന്നാനും വായിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തു പ്രമാണിക്കാൻ കൽപ്പിച്ച പ്രധാനപ്പെട്ട കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് എഴുതണം. അപ്പം ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ 2 സുവിശേഷങ്ങളിൽ നിന്ന്, 2 സുവിശേഷ പുസ്തകങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വിശദീകരിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നുവെന്നും കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കൽപ്പനകൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾ കണ്ടുപിടിക്കുകയും എഴുതുകയും ചെയ്യണം. അപ്പോൾ ഈ അസൈൻമെൻറ്റ് അടുത്ത ജനുവരി മാസം 10-ാം തീയതിക്ക് മുൻപായി, 10-ാം തീയതി ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ജനുവരി 10-ാം തീയതിയാണ് ഈ അസൈൻമെൻറ്റ് ചെയ്യേണ്ട 2021 ജനുവരി 10-ാം തീയതിക്കുള്ളിൽ, 10-ാം തീയതി ആണ് ഏറ്റവും അവസാനത്തെ ദിവസം അസൈൻമെൻറ്റ് സബ്മിറ്റ് തരേണ്ട ഏറ്റവും അവസാനത്തെ ദിവസം. ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത്
തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ അസൈൻമെൻറ്റ് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. ഈ അസൈൻമെൻറ്റുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വോയിസ് മെസ്സേജോ എഴുതിയോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മുമ്പോട്ട് പോവുകയാണ്. അസൈൻമെൻറ്റിൻ്റെ കാര്യം ഞാൻ തീർത്തു. പ്രസംഗിക്കുക, പഠിപ്പിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടും രണ്ട് മേഖലകളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ ജോലി. പ്രസംഗിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പൊതുജനത്തോട് പ്രസംഗിക്കുക, സഭയ്ക്കകത്ത് പഠിപ്പിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ തിരിഞ്ഞാണ് ഇന്ന് നടക്കുന്നത്. സഭയ്ക്കകത്ത് പ്രസംഗങ്ങളുടെ ബഹളമാണ്, പ്രസംഗങ്ങളുടെ മേളമാണ്. ഈ ആഴ്ച പ്രസംഗിച്ച ആളേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളെയാണ് അടുത്ത ആഴ്ച പ്രസംഗത്തിന് വേണ്ടി വിളിക്കണമെന്ന് സഭാജനങ്ങളും പാസ്റ്റർമാരും ഒക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ സഭയ്ക്കകത്ത് പ്രസംഗിക്കുകയല്ല പ്രധാനപ്പെട്ടതായ കാര്യം, പഠിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് നാം മറന്നു പോകരുത്. സഭയ്ക്ക് ദൗത്യത്തിലേക്ക് സഭയെ സഭ നയിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നാം തെറ്റ് ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പഠിപ്പിക്കുന്നതിന് പകരം നാം പ്രസംഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രസംഗത്തിനും പഠിപ്പിക്കലിനും തമ്മിലുള്ള ഒരു വ്യത്യാസവും കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രസംഗിക്കുന്നതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രസംഗിക്കുന്നതിൻ്റെ ഫോളോ അപ്പ് വിശ്വസിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. കാരണം സുവിശേഷത്തിലും അതാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഇത് നമ്മൾ പ്രസംഗിച്ചു, സുവിശേഷം പങ്കുവച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞ പ്രസംഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് സാധിക്കുമോ? ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഇപ്പം എന്നുള്ളതാണ് ചോദ്യം. പ്രസംഗിക്കുന്നതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നോ, വിശ്വസിക്കുന്നതിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഫോളോ അപ്പ്. പക്ഷെ പഠിപ്പിക്കുന്നതിൻ്റെ ഫോളോ അപ്പ്, ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വർക്ക് പറയുന്നു, വർക്ക് ചെയ്യാനായിട്ട് ചോദ്യങ്ങൾ പറയുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി അയക്കുന്നു. അപ്പം നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ ചെയ്തോ ചെയ്തില്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം പഠിക്കുന്നയാൾക്കും, ചെയ്തോ ചെയ്തില്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പഠിപ്പിക്കുന്നയാൾക്കുമുണ്ട്. അപ്പം പഠിപ്പിക്കുന്നതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വർക്കാണ്. വർക്ക് ചെയ്തോ ചെയ്തില്ലയോ, പ്രവൃത്തി ചെയ്തോ ചെയ്തില്ലയോ, ഹോം വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യേണ്ട വർക്ക്, അത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് കൃത്യമായി അറിയേണ്ട, മനസ്സിലാക്കേണ്ട, പഠിപ്പിക്കേണ്ട ചെയ്യേണ്ട ഉത്തരവാദിത്വം അധ്യാപകന് പഠിപ്പിക്കേണ്ട ഈ സന്ദർഭത്തിൽ മാത്രമാണ് ഉള്ളത്. പഠിപ്പിക്കുന്നില്ലെങ്കിൽ, പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക. സഭയിൽ നടക്കുന്ന പ്രസംഗത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടന്നു, വളരെ ഗംഭീരമായിട്ട് ഇമോഷണലായിട്ട് വികാരപരമായി ഒരു പ്രസംഗകൻ പ്രസംഗിക്കുന്ന ഉടനെ ആ വികാരം നമ്മുടെ മനസ്സിൽ, നമ്മളും ആ വികാരത്തോട് ചിലപ്പോൾ ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. വികാരം അകത്തധികം കയറാത്ത ആളുകളുണ്ട്. പക്ഷേ ആ വികാരത്തോട് ചേർന്ന് ഉടനെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം ഇരുന്ന ഉടനെ അധ്യക്ഷൻ ആരാണോ അദ്ദേഹം എഴുന്നേരെന്ന് പറഞ്ഞു വളരെ ശക്തമായി നമ്മളോട് ഇന്ന് പകലിൽ സംസാരിച്ചു. നമുക്ക് ഈ വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞ് നമ്മൾ പിരിയും. പ്രാർത്ഥിച്ചു. എല്ലാവരും കണ്ണുകളടയ്ക്കുമ്പം സമർപ്പിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. സമർപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷെ വളരെ ചുരുക്കമായിരിക്കും. പ്രാർത്ഥിച്ചു പോയതിന് ശേഷം പിന്നെ ഈ പ്രസംഗം നമ്മൾ മറന്നുപോയി. അടുത്ത ആഴ്ചകളിലെല്ലാം ആ ആഴ്ചകളിലുള്ള ജോലികളിൽ നമ്മൾ ഏർപ്പെട്ടു. നമ്മുടെ പ്രസംഗം മറന്നുപോയി. തിരിച്ച് നമ്മൾ അടുത്ത ആഴ്ചയിലും അതിൻ്റെ പിന്നത്തെ ആഴ്ചയിലും വരുമ്പോഴും ഈ പ്രസംഗം നമ്മളോട് ആരും ചോദിക്കുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗം കേട്ടു, സമർപ്പിക്കാമെന്ന് പറഞ്ഞു, സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പോയില്ല. എത്ര പേര് ആ വചനം അനുസരിച്ച് ജീവിച്ച ആളുകളുണ്ട്, എത്ര പേര് ആ വചനം പ്രമാണിച്ച ആളുകളുണ്ട്, നിങ്ങൾ എങ്ങനെ പ്രമാണിച്ചു എന്നൊന്നും പ്രസംഗത്തിൽ ചോദ്യമില്ല. പക്ഷെ പഠിപ്പിക്കലിൽ ചോദ്യമുണ്ട്. പ്രസംഗത്തിൽ ചോദ്യമില്ല, പഠിപ്പിക്കലിൽ ചോദ്യമുണ്ട്. കഥയിൽ ചോദ്യമില്ലെന്ന് പറയുന്ന പോലെ
പക്ഷെ പഠിപ്പിച്ചാൽ ചോദ്യമുണ്ട്. പഠിപ്പിച്ച് കഴിയുമ്പോൾ അടുത്ത ആഴ്ച വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞ അധ്യാപകൻ അടുത്ത ആഴ്ച നിങ്ങളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്താ ചെയ്തോ, എങ്ങനെ ചെയ്തേ, കാണട്ടെ, എവിടാ ചെയ്തേ. അപ്പോൾ കൃത്യമായിട്ട് അതിൽ ചെയ്തതിൽ വന്ന പോരായ്മകളുണ്ടെങ്കിൽ അധ്യാപകൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതല അധ്യാപകനുണ്ട്. അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി ശിക്ഷത്വത്തിലേക്ക്, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച പെരുമാറ്റ ശിക്ഷത്വത്തിലേക്ക് നയിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വിശ്വാസിയും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്ക്